ഹലോ ഫ്രണ്ട്സ്, ഞാൻ സഹായിച്ചു തരുന്നത്. അപ്പോൾ പുതുപുത്തമിഴിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള ട്രാഫിക് മോഡ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായി. രണ്ട് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറേ പേർക്കൊക്കെ ഇൻസ്റ്റാൾ ആയി, പക്ഷേ കുറച്ച് പേർക്ക് ഇൻസ്റ്റാൾ ആയില്ല എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ പോൾ ഇട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലും. അപ്പോൾ അതിൽ ഏകദേശം 70-80% അടുത്ത ആൾക്കാർക്ക് ഇൻസ്റ്റാൾ ആയി, പക്ഷേ കുറച്ചൊരു 20% അടുത്ത ആൾക്കാർക്ക് ഇൻസ്റ്റാൾ ആയില്ല. അപ്പോൾ അതെന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പേര് മെസ്സേജ് അയച്ചെന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള സംഭവം കിട്ടിയില്ല. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പേർക്ക് ഡൗൺലോഡ് ചെയ്തത് ഇൻസ്റ്റാൾ ആവണില്ല, എക്സ്ട്രാക്ട് ആവണില്ല, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാനുള്ള സംഭവം എവിടെ നിന്ന് കിട്ടാമെന്നോ അതൊക്കെ എല്ലാം ഫുള്ളായിട്ട് വീഡിയോ ഇന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, അതായത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യേണ്ടതെന്നും. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കാരണം ഒരു സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സംഭവം വർക്കാവില്ല. എല്ലാ സ്റ്റെപ്പും കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ തരി പോലും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ വീഡിയോയോട് കൂടി നമ്മുടെ കേരള ട്രാഫിക് മോഡ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോയ്ക്ക് അടുക്കുന്ന ചാനൽ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ പോൾ ഇട്ടപ്പോൾ കുറേ പേർക്ക് ശരിയായിട്ടുണ്ടായിരുന്നു, അതായത് ഈ കേരള ട്രാഫിക് മോഡ് അവർക്ക് കറക്റ്റായിട്ട് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ആയിന്ന് പറഞ്ഞിട്ടൊക്കെ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അവിടെ കുറച്ച് പേർക്ക് ഈ ഒരു സംഭവം ശരിയായിട്ടുണ്ടായില്ല. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണമെങ്കിൽ നിങ്ങളുടെ എന്തായാലും ആ ഒരു മോഡ് കറക്റ്റായിട്ട് വർക്കാവും. അപ്പോൾ തീരെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ചെറിയൊരു സ്റ്റെപ്പ് മാറിയാൽ അത് വർക്കാവില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ബ്രൗസർ എടുക്കുക. അതിനുശേഷം ഇതേപോലെ KBR ട്രാഫിക് മോഡ് 4.2 എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കുറേ സംഭവങ്ങൾ വരും. അപ്പോൾ ഇതിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ടീം KBR ഒഫീഷ്യലിൻ്റെ ഫസ്റ്റ് വെബ്സൈറ്റ് വരും, ടീം KBR ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെടുക്കുമ്പോൾ കുറേ ലിങ്കുകൾ വരും. അപ്പോൾ അതിൽ നമ്മൾക്ക് ഇതേപോലെ കുറേ ലിങ്കുകൾ കാണാം. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റത്തെ ലിങ്കാണ് നമുക്ക് എടുക്കേണ്ടത്, അതായത് ആക്ടിവിറ്റി. അതായത് നമ്മളിങ്ങനെ വെബ്സൈറ്റിൽ കയറിച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ ആക്ടിവിറ്റി എന്ന് കാണുന്നതിൻ്റെ അടിയിലുള്ള ഫസ്റ്റത്തെ ലിങ്ക് അതെടുക്കുക. അപ്പോൾ ഇതുപോലെ ആഡൊക്കെ വരും, അപ്പോൾ അതൊക്കെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു പേജിൽ നമ്മളെത്തും. അപ്പോൾ അതിങ്ങനെ അടിയിച്ച് സ്ക്രോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ലിങ്ക് APK അതേപോലെ തന്നെ ലിങ്ക് OBB എന്ന് പറഞ്ഞിട്ട് രണ്ട് സംഭവങ്ങൾ കാണാം. അപ്പോൾ ഫസ്റ്റത്തെ ഡൗൺലോഡ് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഡൗൺലോഡ് ലിങ്ക് ക്രിയേറ്റ് ആവും. അതിനുശേഷം ഡൗൺലോഡ് ലിങ്ക് ഈസ് റെഡി എന്ന് പറഞ്ഞിട്ട് കാണാം, സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. അതിനെപ്പോലെ തന്നെ ഈ ഒരു OBBയും അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. രണ്ട് ഫയലും ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബസ് ID APK ഫയലും അതേപോലെ തന്നെ നമ്മുടെ ട്രാഫിക്കിൻ്റെ ഈ ഒരു OBB ഫയലും രണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടതിന് ശേഷം നമുക്കൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ആപ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സജ്ജാച്ചി വന്നിട്ടൊരു ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിനുശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ എല്ലോ കൊടുത്താലേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇതിൽ ഇവിടെ മുകളിൽ ഈ ഒരു സംഭവം കാണാം, അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഡിവൈസ് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. ഡൗൺലോഡ് എടുക്കുക. ഡൗൺലോഡിലാണ് പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുക. അതിലാദ്യം തന്നെ നമ്മുടെ APKയുടെ ഫയൽ ഇവിടെ ബസ് ID 4.2 APK ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം, അതെടുക്കുക. അതിൽ നമ്മുടെ APK ഫയൽ കാണാം, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, അത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫയൽ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഫോണിൽ ഈ ഒരു സംഭവം ഒന്ന് അലോ ചെയ്ത് കൊടുക്കണം, സെറ്റിങ്സ് ഇടുക. അതിനുശേഷം അൺനോൺ സോഴ്സസ് എന്ന് പറഞ്ഞ സംഭവം, ഇത് അലോ നമ്മുടെ അതായത് നമുക്ക് പുറത്തുനിന്നുള്ള ആപ്ലിക്കേഷനുകൾ കയറ്റാനുള്ള സംഭവമാണ്. അപ്പോൾ ഇത് അലോ ചെയ്ത് കൊടുത്താൽ നമുക്കിത് ആപ്ലിക്കേഷൻസ് കയറ്റാൻ പറ്റില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഓക്കെ കൊടുത്താൽ ഇതൊന്ന് ഓക്കെ ആവുള്ളൂ. അപ്പോൾ ഇതിവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ അതായത് നമ്മുടെ ഫയൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഓപ്പൺ ആവുന്ന പോലെ ഓപ്പൺ ആയിട്ട് വരും. അതായത് ആദ്യം ഇവിടെ എല്ലാം കൊടുക്കുക. അതേപോലെ ലിയോ എന്നൊക്കെ വന്നിട്ട് ഇതേപോലെ നമ്മുടെ ഇതൊക്കെ കാണിക്കും. അതിനുശേഷം ഒന്നും വരില്ല, അതേപോലെ വൈറ്റ് സ്ക്രീനായിട്ട് നിൽക്കും. ഇതേപോലെ കുറേ പേരുടെ കറക്റ്റായിരുന്നു, അതായത് വൈറ്റ് സ്ക്രീൻ വരെ കിട്ടേണ്ടെന്ന് പറഞ്ഞിരുന്നു, ബാക്കിയുള്ളതാണ് തെറ്റുന്നത്. അപ്പോൾ ഇതിനുള്ള സ്റ്റെപ്സും കറക്റ്റായിട്ട് കാണാം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാഫിക്കിൻ്റെ OBB ഫയൽ ആഡ് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നേരിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അതാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്, അത് ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേറൊരു മെത്തേഡ് കാണിച്ചു തരാം. അതായത് ജസ്റ്റ് ഇവിടെ നമ്മുടെ ഫയൽസ് ഓപ്പൺ ചെയ്യും, നമ്മുടെ മൊബൈലിൽ ഫയൽസ് ഇല്ല, അത് ഫയൽസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സെർച്ചിൽ എന്നിട്ട് ട്രാഫിക് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്തൊരു ഫയൽ സിപ്പ് ഫയലായിട്ട് കിടക്കണതാണ്, നമ്മുടെ ബസ് ID ട്രാഫിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്ട് ഫയൽസ് ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, അതെടുക്കുക. അതിനുശേഷം എവിടെയെങ്കിലും കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ അലാറംസിലാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു സംഭവം ഈ ഒരു ഫയൽ കിട്ടും.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മെയിൻ ഫയൽ ഉണ്ടാവും. അത് എവിടെയാണ് എക്സ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോപ്പി ചെയ്യാൻ പോകണം നമ്മൾ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് അലാറംസിലാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റ് ആർച്ചീവർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഇതാമത്തുമ്പോൾ ഡിവൈസ് സ്റ്റോറേജ് കാണാം. ഡിവൈസ് സ്റ്റോറേജ് എടുത്തതിന് ശേഷം അലാറം എടുക്കുക. അതിൽ നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ മെയിനായിട്ടുള്ള ഈ ഒരു ഫയൽ കിടക്കുന്നുണ്ടാവും. അത് അമർത്തി പിടിക്കുക. അതിനുശേഷം ഇവിടെ കട്ടെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണില്ല. കട്ടെല്ലാം കോപ്പി ചെയ്യാൻ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യാണ്. അതിനുശേഷം ഇത് അമർത്തുക. ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക. അതിനുശേഷം ഡിവൈസ് സ്റ്റോറേജ് എടുത്തതിന് ശേഷം ആൻഡ്രോയിഡിൽ OBB എടുക്കുക. OBB എടുക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ വരും. അപ്പോൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം യൂസ് ദിസ് ഫോൾഡർ കൊടുക്കുക. എലോ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബസ് ഐഡിയുടെ ഫോൾഡർ ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിയിൽ കാണാം. അപ്പോൾ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതേ പേസ്റ്റ് അതിൻ്റെ അത്രയുള്ള സംഭവം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബസ് സിമുലേറ്റർ ഓപ്പൺ ചെയ്തിട്ട് വന്നു നോക്കാം. അപ്പോൾ അതേ നമ്മുടെ ബസ് സിമുലേറ്റർ ഓപ്പൺ ആയിൻ്റെ. അപ്പോൾ അതേ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ വേറൊരു മെത്തേഡിൽ കാണിച്ചതാണ്. മറ്റേതിൽ കാണിച്ചപ്പോൾ കുറേ പേർക്കൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ഒന്ന് കാണിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇത് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മോഡ്, കേരള ട്രാഫിക് മോഡാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇപ്പോൾ ഗാരേജ് എടുത്ത് നമുക്ക് ലൈറ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ലൈറ്റും കൂടിയുള്ളൊരു മോഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിങ്ങനെ ഓരോ സ്ഥലത്ത് ഇതേപോലെ ഇങ്ങനെ തൊട്ടതിന് ശേഷം നമുക്ക് ലൈറ്റുകൾ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. അത് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ലൈറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ആ ട്രാഫിക് മോഡ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ചൊന്ന് കാണിച്ചു തരാൻ പെട്ടെന്ന്. നമ്മുടെ റോട്ടിലേക്ക് ഇറക്കിയപ്പോഴേക്കും നമ്മുടെ വണ്ടികളൊക്കെ ഇതേ കേരളത്തിൽ കുറേ വണ്ടികൾ എടുക്കണ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതേ കേരളത്തിലെ കാറുകൾ വണ്ടികളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ കേരള ട്രാഫിക് മോഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഇതാണ് വണ്ടികളൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ കുറേ ബസ്സുകളും കാറുകളൊക്കെ നമ്മുടെ കേരളത്തിലെ വണ്ടികൾ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള കേരള ട്രാഫിക് മോഡാണ് KBR എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ ഈ കറക്റ്റായിട്ടുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അത് നോട്ടിഫിക്കേഷൻ എബിൾ. നിങ്ങൾ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയി രേഖപ്പെടുത്താം. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.